ഒന്നാമത്തെ കാര്യം, റിട്ടയർ ചെയ്ത ശേഷം ആർക്കൊക്കെയാണ് പുനർനിയമനം നൽകുന്നത്, അല്ലെങ്കിൽ വീണ്ടും സർക്കാരിൻ്റെ പണവും സർക്കാരിൻ്റെ പദവിയും സർക്കാരിൻ്റെ കാറും ഓഫീസും മറ്റു സൗകര്യങ്ങളുമൊക്കെ റിട്ടയർ ചെയ്ത ശേഷം വീട്ടിലിരിക്കേണ്ടവർക്ക് പിണറായി വിജയൻ ദാനമായിട്ട് നൽകുന്നത്. അപ്പോൾ അഴിമതിയുടെ ഒരു നിർവചനം തന്നെ അബ്യൂസ് ഓഫ് അതോറിറ്റി ഫോർ പേഴ്സണൽ ഗെയിൻ എന്നുള്ളതാണ്. അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം ആർക്കൊക്കെയാണ് ഈ പദവികൾ നൽകുന്നത്, ആർക്കൊക്കെ അതേ പോസ്റ്റിലിരുന്ന ആർക്കൊക്കെ പദവികൾ നൽകുന്നില്ല എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അഴിമതിക്ക് കൂട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ അഴിമതി വൈറ്റ് വാഷ് ചെയ്യാൻ സഹായിക്കുകയോ അല്ലെങ്കിൽ അഴിമതി കണ്ടാൽ കണ്ണടയ്ക്കുകയോ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ വീണ്ടും പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്ത് അദ്ദേഹത്തിൻ്റെ തന്നെ ഗുണത്തിന് വേണ്ടി റിട്ടയർ ചെയ്ത ശേഷം മനുഷ്യർക്ക് സർക്കാരിൻ്റെ ചെലവിൽ പദവികൾ നൽകി അവർക്ക് കാറും സൗകര്യങ്ങളുമൊക്കെ നൽകുന്നുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു അഴിമതിയാണ്, അബ്യൂസ് ഓഫ് അതോറിറ്റിയാണ്.